ഒരുപാട് പിള്ളേരാണ് കൂടുതലാണ്. നമസ്കാരം, സ്മാർട്ട് പെൻ സഫാരിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് നിൽക്കുന്നത് തകഴി അമ്പലപ്പുഴ റൂട്ടിലെ പട്ടത്താനം ജംഗ്ഷനിലാണ്. ഇവിടെ നമ്മളൊരു നാരങ്ങാവെള്ള കടയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് വഴിയോര കാഴ്ചകളിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നൊരു കട ഇതാണ്. ഇപ്പം എങ്ങനെയാണ് പേര്? എൻ്റെ പേര് ഗോപിക. എത്ര നാളായി കട തുടങ്ങിയിട്ട്? കുറച്ച് നാളായി. വേനലിനൊക്കെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ നാരങ്ങാവെള്ളം മോരുവെള്ളം ഇതൊക്കെ ആ ഒരു വലിയൊരു ആശ്വാസം തന്നെയാണ്. ഇപ്പം ഇവിടെ നമുക്ക് കാണാം ഉപ്പിലിട്ട ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. മാങ്ങ കഴിഞ്ഞു, നെല്ലിക്ക, പൈനാപ്പിള്, മാങ്ങ, ക്യാരറ്റ്, അതൊക്കെയാണ് നമ്മൾ സ്പെഷ്യലായിട്ട്. വഴിയോര കച്ചവടം ഇതുപോലൊരു നല്ലൊരു പിന്നെ റൂട്ടും കൂടെ ആകുമ്പോൾ അനവധി ആൾക്കാരുടെ ഒരു തിരക്കുണ്ടാവും. ഇപ്പൊ നമ്മൾ വന്നേക്കുന്ന ഒന്നും അല്ലാത്തൊരു സമയത്താണ്, ഏകദേശം 4 മണി കഴിഞ്ഞിട്ടുള്ള സമയത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോഴിവിടെ പല സാധനങ്ങളും ഇപ്പൊ പകുതിയിലധികം തീർന്നു പോയിരിക്കുകയാണ്. അതെ, തണ്ണിമത്തൻ ജ്യൂസൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായി. സംഭാരം എടുക്കുന്നത് സംഭാരത്തിനും ഇഞ്ചിയുടെ കൂട്ടാണല്ലേ? ഇത് ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്നിച്ചരച്ചതാ. പിന്നെ ഉള്ളി, പിന്നെ നമ്മുടെ അച്ചാർ ഇടാമല്ലോ അല്ലേ? ആലപ്പുഴ അമ്പലപ്പുഴ റൂട്ടിൽ സഞ്ചരിച്ചു വരുമ്പോഴേ പട്ടത്താനം ജംഗ്ഷനിൽ കാണുന്ന അപ്പൂസ് എന്ന് പറയുന്ന ഒരു വഴിയോരക്കടയിലെ കാഴ്ചയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാഴ്ച മാത്രമല്ല, അനുഭവിച്ചറിയേണ്ട ഒരു സുഖം കൂടിയാണ് ഈ ഒരു മോരുവെള്ളവും നാരങ്ങാവെള്ളവും ഉപ്പിലിട്ടതും എല്ലാം. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത്, ഇതിലെ സഞ്ചരിക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഇവിടെ ഒന്ന് കയറി ഈ രുചിയൊന്ന് അറിയുക, അനുഭവിച്ചറിയുക എന്നുള്ളത് മാത്രമാണ്. എങ്ങനെയുണ്ട് മോരുവെള്ളം? കൊള്ളാം, കുഴപ്പമില്ല, പൊളിച്ച് അടിപൊളിയാ. വേനൽ വല്ലാതെ അങ്ങ് കനത്ത് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നല്ല ഉന്മേഷം കിട്ടുന്ന ഒരു നാരങ്ങാവെള്ളം, ഒരു മോരുവെള്ളം, ഇതൊക്കെ ഒരു യാത്രാവേളയിൽ നമ്മളെ ഒന്ന് കുളിർമയേകാൻ, ഒന്ന് കുടിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ അത് നല്ലൊരു കടയിൽ തന്നെയാണെങ്കിൽ വളരെ സന്തോഷവും ഉന്മേഷവും തരുന്ന ഒരു കാര്യം തന്നെയാണ്. നല്ല നെല്ലിക്കായും നല്ല മാങ്ങയും നല്ല കടച്ചക്കയും അതുപോലെയുള്ള വിവിധ തരം ഫ്രൂട്ടുകൾ ഉപ്പിലിട്ടത് വളരെ രസകരമായ രീതിയിൽ നമുക്ക് ഒരു പഴമയെ വിളിച്ചുണർത്തുന്ന രീതിയിൽ നമുക്ക് തരുന്ന ഒരു നല്ലൊരു വഴിയോരക്കടയാണ്. ഇവിടെ നാരങ്ങാവെള്ളവും മോരുവെള്ളവും മാത്രമല്ല, ഇതേപോലെ രസമുള്ള നല്ല അനുഭവം തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതിലെ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു കടയിലെ, ഈ അപ്പൂസ് എന്ന് പറയുന്ന പട്ടത്താനം ജംഗ്ഷനിലെ വഴിയോരക്കടയിൽ ഒരു തവണയെങ്കിലും കയറി ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. ആ സർബത്തിൻ്റെ കശകശയുടെയൊക്കെ രുചി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഞ്ചിയുടെ ഫ്ലേവർ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി പേസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന നല്ല വെള്ളമാണ്, സൂപ്പർ വെള്ളം. എന്നാ മോടെ പേര്? അക്ഷര ഈ കടയിൽ വന്നിട്ട് അമ്മയെ സഹായിക്കുകയാണല്ലേ? എത്രല്ല പഠിക്കുന്നത്? 4. കച്ചവടം ചെയ്യാനൊക്കെ ഇഷ്ടമാണോ ഇവിടെ കടയിൽ വന്നിരുന്നത്? നല്ല നേരം പോക്കുണ്ടല്ലേ? അപ്പം ഇവിടെ നമ്മുടെ ഈ കടയിൽ കാണുന്ന ഈ ഉപ്പിലിട്ട ഐറ്റങ്ങൾ എങ്ങനെയാണ് നമ്മൾ വിൽക്കുന്നത്? ഉപ്പിലിട്ടത് നമ്മൾ 10 രൂപ ഒരു പീസ്. ഒരു പീസായിട്ട്? പീസിന് 10 രൂപ. ഇപ്പം മാങ്ങ കഴിഞ്ഞത് കൊണ്ടാണ് മാങ്ങ. ഇപ്പം നല്ല ചെലവുണ്ടോ ഉപ്പിലിട്ട ഐറ്റങ്ങൾ? ഉപ്പിലിട്ടത് ഒരുപാട് പിള്ളേരാണ് കൂടുതലാണ്. പണ്ട് നമ്മൾ ചങ്ങനാശ്ശേരി വഴി തിരിയുമ്പം നമ്മൾ പലയിടത്തായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതേ ഒരു ട്രെൻഡാണ് ഇപ്പൊ ഇവിടെ. ഇങ്ങനെ നമ്മളിപ്പോ ഈ കടയിൽ വന്നപ്പോൾ ഇത് കണ്ടിട്ടുണ്ട്. അപ്പൊ നല്ല ചെലവുണ്ട് ഈ ഉപ്പിലിട്ട ഐറ്റങ്ങൾക്ക് അല്ലേ? നല്ല ഇപ്പം ചൂടും കൂടിയൊക്കെ ആയതുകൊണ്ട്, അതുമല്ല പിള്ളേർക്ക് പൊതുവെ ക്രൈസാണ് ഉപ്പിലിട്ട ഐറ്റങ്ങളോട്. അപ്പൊ ഇതിന് ഇവിടെ നല്ലൊരു ചെലവ് നടക്കുന്നുണ്ട് ഈ കടയ്ക്ക്. അതില് അപ്പൂസില് നിങ്ങൾ ഇത് ഉപ്പിലിടുന്നതിന് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ സാധാരണ ചൂടുവെള്ളത്തിൽ വെള്ളം തിളപ്പിച്ച് ഉപ്പും ഇട്ട് അതിലോട്ട് നെല്ലിക്കായും ഇട്ട് അതിനകത്ത് 2 പച്ചമുളകും പിന്നെ കുറച്ച് വിനാഗിരി ആഡ് ചെയ്യും. അത്രേ ഉള്ളൂ. വിനാഗിരിയാണത് സ്പെഷ്യലായിട്ട്. അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി ആകുമ്പോഴത്തേക്ക് അത് നെല്ലിക്കയിൽ പിടിച്ച് കഴിയുമ്പോൾ ഇത് കൊടുത്തരാം. അത് നമ്മൾ കഴിയും. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ഹായ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾ താമസിയാതെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.
വെൽക്കം. നന്ദിയുണ്ട്, കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം.